ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫോട്ടോസ് ആയിരിക്കും ഇതുപോലത്തെ കാർട്ടൂൺ കാരിക്കേച്ചേഴ്സ്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ കാർട്ടൂൺ കാരിക്കേച്ചേഴ്സ് നമ്മുടെ മൊബൈലിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. അതിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. ഒന്ന് ടൂനാപ്പും രണ്ടാമത് പിക്സാർട്ടും. ഈ രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ടൂൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോസ് ഇതിൽ കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗാലറിയിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോ ആണ് കാർട്ടൂണായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഫോട്ടോ നമ്മുടെ ഫേസ് മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് വരും. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാരിക്കേച്ചറായിട്ട് അത് കൺവേർട്ട് ആവുന്നതാണ്. പേഴ്സണലി ഞാൻ നോക്കിയിട്ട് നല്ലൊരു ആപ്പാണ്. കാരണം നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ ഫേസ് തന്നെ കാരിക്കേച്ചറായിട്ട് നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിക്സാർട്ട് പോലെ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്ര റിയലിസ്റ്റിക് ആയിട്ട് അത് നമുക്കത് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഫോട്ടോ കാർട്ടൂൺ രൂപത്തിൽ കൺവേർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്യാം. നമ്മുടെ ഫോട്ടോയ്ക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്. പിക്സാർട്ടിൽ നമുക്ക് കാരിക്കേച്ചേഴ്സ് ഉണ്ടാക്കാൻ അതാണ് യൂസ്ഫുൾ ചെയ്യുക. എന്നിട്ട് മേളിൽ കാണുന്ന അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് സേവ് ചെയ്യാൻ പറ്റും. താഴെയുള്ള സേവ് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് കാർട്ടൂണായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. പിക്സാർട്ടിലാണ് നമ്മുടെ ഫേസ് നമുക്ക് സെലക്ട് ചെയ്തേക്കുന്ന ബോഡിയിലോട്ട് എഡിറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിക്സാർട്ട് ഓപ്പൺ ആയതിനു ശേഷം താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ സെലക്ട് ചെയ്ത് മുകളിലെ ഓൾ ഫോട്ടോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടും ബാക്കി എഡിറ്റ് ചെയ്യാനുള്ള ബോഡീസും എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു എഡിറ്റിംഗ് ക്യാൻവാസിലേക്ക് വരും. അതിൽ താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്നും ആഡ് ഫോട്ടോസ് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് കാർട്ടൂണ് വേണ്ട ബോഡി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറിലെ ഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ബോഡിയുടെ കോർണറിലെ ആരോസ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. നമ്മുടെ ആവശ്യാനുസരണം വലുതാക്കിയതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ സർക്കിളിൻ്റെ ഏകദേശം നടുക്കായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ബോഡിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കാർട്ടൂണിൻ്റെ തല പ്ലേസ് ചെയ്യണം. അതിനായി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ താഴെ കാണുന്ന ആഡ് ഫോട്ടോ വീണ്ടും സെലക്ട് ചെയ്യുക. അതിൽ നിന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാർട്ടൂൺ ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഇറേസ് ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്നും താഴെ കാണുന്ന പ്രൊഫൈൽ എന്ന ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ആയി പോകും. ഇതിനുശേഷം ഇറേസ് എന്ന ഓപ്ഷൻ എടുത്ത് ബ്രഷിൻ്റെ സൈസും ഹാർഡ്നെസ്സും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയുടെ ബോഡി എല്ലാം മാച്ച് കളഞ്ഞ് തല മാത്രമായിട്ട് എടുക്കണം. തലയുടെയും കഴുത്തിൻ്റെയും ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂം ചെയ്ത് സാവധാനം ഇറേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇറേസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് സൈസ് ചെറുതാക്കിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വെക്കാവുന്നതാണ്. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. കാരിക്കേച്ചേഴ്സ് ചെയ്യുന്ന പോലെ വലിയ തലയാക്കിയിട്ട് ബോഡിയിൽ വെക്കാം. എനിക്ക് പേഴ്സണലി ബോഡിയുടെ അതേ സൈസിലുള്ള തല വയ്ക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അങ്ങനെ ബോഡിയോട് ചേർന്ന് അതേ സൈസിൽ നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ കാർട്ടൂൺ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മുടെ ബോഡിയുടെ സ്കിൻ ടോണും ഫേസിൻ്റെ സ്കിൻ ടോണും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മാച്ച് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഡ്ജസ്റ്റിൽ ഏറ്റവും റൈറ്റിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ പതിയെ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ സ്കിൻ ടോണും ബോഡിയുടെ സ്കിൻ ടോണും മാച്ച് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാർട്ടൂൺ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാനായി ടൂൾസിൽ ക്രോപ്പ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളുടെ ഇഷ്ടാനുസരണം ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കാർട്ടൂൺസും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ ഇതുപോലത്തെ ഫോട്ടോസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടെംപ്ലേറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട്, ഗുഡ് ഷെയർ.